ഹായ് ഗായ്സ്, ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും അറിയിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ കിട്ടിയൊരു പണിയാണ്. ഒരു 9:40 ഇപ്പോൾ കിട്ടിയതാണ്. അതായത് ഞാൻ ഒരു ഡ്രോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈസി കാർട്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ. അവന്മാർ ഇത്തിരി ഡിലേ ആക്കുന്നുണ്ടായിരുന്നു ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവന്മാർ വിളിച്ചപ്പോൾ മെയിലൊക്കെ അയച്ചപ്പോൾ അത് നിങ്ങൾ ബ്ലൂ ഡാർട്ടിൻ്റെ ഒരു കൊറിയർ നമ്പർ അയച്ചു തന്നു. കൊറിയർ നമ്പർ അയച്ചു തന്നിട്ട് അവന്മാർ അത് ട്രാക്കിംഗ് നമ്പർ വെച്ചിട്ട് ഞാൻ ബ്ലൂ ഡാർട്ടിൽ നോക്കുമ്പോൾ അവിടെയും ഡിലേ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ബ്ലൂ ഡാർട്ടിൻ്റെ കൊറിയർ നമ്പറിൽ അവന്മാരുടെ ടോൾ ഫ്രീ നമ്പറിലൊന്ന് വിളിച്ച്. അവന്മാരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു മൊബൈൽ നമ്പറിലേക്ക് കണക്റ്റായി. അവിടെ ഒരു ഹിന്ദിക്കാരൻ ഫോൺ എടുത്തിട്ട് അവൻ പറഞ്ഞു, ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം, വേറൊരു നമ്പറിൽ തിരിച്ചു വിളിക്കാം, എന്നിട്ട് ഡീറ്റെയിൽസൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അവൻ അപ്പോൾ തന്നെ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ച്. അതിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ കൊറിയർ, അപ്പോൾ കൊറിയറുടെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ അവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടാ ഭോപ്പാലിൽ നിന്ന് കൊച്ചിയിലേക്കല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അവനെ വിശ്വസിച്ചിരിക്കും പറഞ്ഞു, എൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു, നിങ്ങളുടെ കൊറിയർ ഇപ്പോൾ ഗോഡൗണിൽ കിടക്കുന്നതാണ്, അത് നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ അത് തിരിച്ച് റീഫണ്ടിന് വേണ്ടി പ്രോസസ്സ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐറ്റം വേണം, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണേ ഞാൻ ഐറ്റം കിട്ടാൻ വേണ്ടി നിങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ ₹5 പേ ചെയ്താൽ മതി, ഞങ്ങൾ ഇന്ന് തന്നെ ഐറ്റം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ എക്സൈറ്റഡ് ആയി. അത് അവൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത്. അവനപ്പോൾ വേറൊരു നമ്പറിൽ നിന്ന് ഞാനിപ്പോൾ വാട്സപ്പിൽ നിന്ന് ഹായ് അയക്കാമെന്ന് പറഞ്ഞു. ആ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നമ്പറിൽ നിന്ന് ഹായ് വന്നു. അവനൊരു 5 MB സൈസുള്ളൊരു ഫയൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ പറഞ്ഞു അത് കമ്പനിയുടെ സൈറ്റാണ്, നിങ്ങൾ അതിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ₹5 കുഴപ്പമില്ലെന്ന് ഓർത്ത് അത് ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ ഫോണിലെ ആപ്ലിക്കേഷൻ ആക്സസ് ഒക്കെ ചോദിച്ച് അത് ഓക്കെ കൊടുത്തു. അത് കഴിഞ്ഞാൽ പേജ് ഓപ്പൺ ആയപ്പോൾ അതിൽ കാണിക്കുന്ന ഫസ്റ്റ് എൻ്റെ പേര് എൻ്റർ ചെയ്യാനുള്ളൊരു ടാബ്, സെക്കൻഡ് ബാങ്കിൻ്റെ നെയിം, തേർഡ് എമൗണ്ട് ഫില്ല് ചെയ്യാനുള്ളൊരു കോളം, അത് കഴിഞ്ഞ് ഫൈനലി UPI പിൻ നമ്പർ. അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊരു ഫ്രോഡായിരിക്കുമെന്ന്, കാരണം ₹5 ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് കൊടുത്തേക്കാമെന്ന് ഓർത്തു. പേര്, ബാങ്ക് നമ്പർ, ബാങ്കിൻ്റെ നെയിം, പിന്നെ റുപ്പീസിൻ്റെ അവിടെ അവൻ 05 എന്ന് ഇട്ടാൽ മതി എന്ന് ഓർത്തി. അപ്പോൾ ഞാൻ ഓർത്ത് 05 ഓക്കെ, ₹5. അപ്പോൾ 05 എന്ന് ഇട്ടിട്ട് താഴെ എൻ്റെ UPI പിൻ നമ്പറും കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു. എന്നിട്ട് പേയ്മെൻറ്റ് കളക്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല കേട്ടോ, അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി, ഇവനെ ഫ്രോഡാണോ എന്നൊരു ഡൗട്ട് തോന്നിട്ട് ഞാൻ കോളൊക്കെ കട്ട് ചെയ്ത് ഫോണൊക്കെ എനിക്ക് ആരോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആക്സസ് ചെയ്യണ പോലെയൊക്കെ തോന്നി. എനിക്ക് എന്തോ ഉൾവിളി വന്ന പോലെ തോന്നി. പക്ഷേ വളരെ വൈകിപ്പോയി. ഞാൻ ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്തൊന്നും അത് ഞാൻ പുറത്തു പോയി കൊച്ചിനാക്കാനുണ്ടായിരുന്നു. കൊച്ചിനാക്കിയിട്ട് തിരിച്ചു വന്ന് എനിക്കപ്പോഴൊരു സംശയം, ഇതെന്തോ പണി. ഞാനപ്പോൾ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ പേയ്മെൻറ്റ് പോയിട്ടില്ല. ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ₹5000 കുറഞ്ഞായിട്ട് കാണുന്നു. അപ്പോൾ മനസ്സിലായി ഇത് പണി പാളി. ഞാൻ വേഗം ബാങ്കിൽ വിളിച്ചിട്ട് അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യിച്ച്, UPI ഒക്കെ ബ്ലോക്ക് ചെയ്യിച്ച്. പക്ഷേ എമൗണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ബാങ്ക് ഹോൾഡ് ചെയ്യാണ്ട് അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച അവരെന്തെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താവുമെന്നറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ കുറേ ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. ₹5 എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ ₹5000 പോയത്. ഞാനപ്പോൾ സൈബർ ക്രൈം അവരുടെ നമ്പർ 1930 ആണ്, അതിൽ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ട്രാൻസാക്ഷൻ ID, ടൈം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ബാങ്കിൽ വിളിച്ചിട്ട് ബ്ലോക്കായി പോയല്ലോ. അപ്പോൾ എനിക്ക് ഗൂഗിൾ പേ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ പിന്നെയും വിളിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സൈബർ ക്രൈമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. സൈബർ സെക്യൂരിറ്റി gov.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്നറിയില്ല, ലെറ്റ്സ് സീ. ഞാനപ്പോൾ ജസ്റ്റ്
ഇങ്ങനെ ഒരു സംഭവം നടന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയിച്ചേക്കാന്ന് ഓർത്ത് 5000 രൂപ പോയി. ഇനി അത് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. സൈബർ സെക്യൂരിറ്റീനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട്. അത് www.cybercrime.gov.in എന്നാണ് കേട്ടോ.